മിണ്ടരുതേ. കാരണം എന്താ അറിയോ, ഇവര് പറഞ്ഞു എന്താ ചെയ്യാൻ പോകുന്നതെന്നുള്ളത് പറയാന്ന്. അപ്പൊ മിണ്ടാണ്ട് അങ്ങോട്ടേക്ക് നോക്കിക്കേ. പറഞ്ഞു ഇനി എന്താ ചെയ്യാൻ പോകുന്നത്. എന്റെ അസിസ്റ്റന്റ് പറയും. ഓ, കോട്ട് ഇട്ടാൽ മെന്റലിസ്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ മജീഷ്യൻ. നമ്മളൊരു ബെൽറ്റ്. അതെന്താ പറയാൻ കാരണം അറിയോ, മജീഷ്യൻ ഞങ്ങൾ കുറച്ച് ഡിപ്രഷനിലാണ്. ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു മാസ്റ്റർ ഉണ്ട് അവിടെ, കോട്ടിട്ട വേറൊരു മജീഷ്യൻ. മാജിക് മാത്രമല്ല, മെന്റലിസോ മാത്സോ അങ്ങനെ വെച്ചാൽ എല്ലാ പരിപാടിയും ഉണ്ട് പുള്ളിക്കാരന്. അതുകൊണ്ട് ഇന്ന് നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് തിരിച്ച് ഞെട്ടിക്കണം. മാജിക് അല്ലേ? ആണ്, പൊളിക്കണം. കോട്ടയംകാരനാണ്. ആണോ? ആ, കോട്ടയത്ത് എവിടെ? തിരുവഞ്ചൂർ. ഓക്കെ, അങ്ങനെ ഇത് ഈ വേറെ ലെവലായിരിക്കും. അപ്പൊ ശരി, നമുക്ക് അങ്ങ് പൊളിച്ചാലോ? ആ, അപ്പൊ ഞാൻ ആദ്യം ഒരു ചെറിയ സിൽക്ക് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്, കാണാമല്ലോ അല്ലേ? ആ കാണാം. ഇതിന്റെ കളർ ഇപ്പൊ എന്താ? റെഡ്. റെഡ്. ആ, ഒന്ന് ഒതുക്കി. താഴെ വീണു. അല്ല, എന്നിട്ട് ഊതാൻ പറഞ്ഞിട്ടാണ് ഞാൻ ഊതിയത്. സോറി. സാരമില്ല, പോട്ടെ. ആ, ഈ സിൽക്ക് ഇതിന്റെ കളറ് പിന്നെ റെഡ്. റെഡ്. ഈ റെഡ് സിൽക്ക് കൈക്കകത്ത് വെച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടി ഒന്ന് ഊതിക്കേ. ഊതണോ? ഊതാൻ പറഞ്ഞത് തുപ്പിയാണോ ചെയ്തത്? അത് ശക്തിയിൽ ഊതിയോണ്ട് അങ്ങനെ ആയിപ്പോയത്. തുടച്ചോ, അറിയില്ല. കുഴപ്പമില്ല, കൈ ഒന്നിട്ടാവോ? എന്റെ കയ്യോ? ആ, ഞാൻ ഇവിടുന്ന് ആ, ചെറിയ മാജിക്കിന്റെ ഒരു ആക്ഷൻ ഇങ്ങനെ കൊടുക്കുന്നു. കൈ ഒന്ന് തിരിച്ചു വെച്ചാൽ മതി. ഈ കൈ ഒന്ന് പൊക്കി പിടിച്ചോ. ഇതിനകത്ത് സിൽക്ക് വെക്കാം, അടച്ചു പിടിച്ചോ. ഒരു മിനിറ്റ്. ഓക്കെ, ഒരു മിനിറ്റ്. തുറന്നു. അത് സിൽക്കല്ല, വേറെ എന്തോ ആണ്. കൈയും തുറന്നു. അത് ജീവനുള്ള സാധനമാണ്. അല്ല, പക്ഷേ സ്പൈഡർ. അങ്ങനെ ഞാൻ മാജിക് കാണിച്ചിരിക്കുകയാണ്. അതായത് ഞാൻ ഊതിയ സിൽക്ക് തിരിച്ച് ഒരു സ്പൈഡർ ആയിട്ട് വന്നിരിക്കുകയാണ്. അതും റബ്ബർ സ്പൈഡർ. ഒന്നും കൂടി അതിന് ജീവൻ വെച്ചോളൂ. അയ്യോ വേണ്ടെന്നാ, മതി. നമുക്ക് രണ്ട് ഐറ്റം കൂടി കാണിക്കാം. അപ്പൊ അതിന് ഒരു ടേബിൾ വരാനുണ്ട് കുറച്ച്. അയ്യോ, ആ ടേബിളൊക്കെ ഞാൻ ഊതേണ്ടി വരുമോ? വേണ്ട. ശരി, അപ്പൊ എന്തായാലും ടേബിൾ വരട്ടെ. ഓ മൈ ഗോഡ്. ഇവിടെ സ്ലൈറ്റ് മനസ്സിലാവും. എന്റെ കയ്യിലൊരു ബോർഡ് ഇരിപ്പുണ്ട്. അതെ, ഞാൻ ഈ ബോർഡില് എന്തൊക്കെയോ എഴുതുന്നു. എന്തോ ഒരു സംഭവം എഴുതുന്നുണ്ട്. ശരി, ഇതൊരു പ്രഡിക്ഷൻ ആണ്. ആ, ഓക്കെ. മൈൻഡ് റീഡിംഗ് എന്ന് വേണമെങ്കിൽ ഇപ്പൊ പറയാം. പക്ഷേ ഇത് നമ്മൾ അവതരിപ്പിച്ച് വരുമ്പോൾ ഒരു പ്രഡിക്ഷൻ ആയിട്ട് മാറും. ശരി, ഓക്കെ. നമ്മുടെ മനസ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പല കാര്യങ്ങളും ഉണ്ട്. ചിലത് ചിത്രങ്ങളിലൂടെ, പടങ്ങളിലൂടെ ആയിരിക്കും നമുക്ക് തരുന്നത്. ചിലത് വാക്കുകളിലൂടെ ആയിരിക്കും. ഏതെങ്കിലും വാക്കിട്ട് തന്നിട്ട് മനസ്സിലേക്ക് ഒരു സംഭവം ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവിടെ എഴുതിയിരിക്കുന്നത് എന്താണെന്ന് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? യെസ് ഓർ നോ? എനിക്കൊരു ഐഡിയ ഇല്ല. നോ. നോന്നായിരിക്കും. ഓക്കെ, അതുപോലെ ഇതൊരു പ്രഡിക്ഷൻ ആണെന്ന് പറഞ്ഞാൽ എന്താണ് ഈ പ്രഡിക്ഷൻ എന്ന് മനസ്സിലായോ? ഇതിലുള്ള പ്രഡിക്ഷൻ എന്താണെന്ന്? ഓക്കെ, അപ്പൊ അത് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പൊ ഈ നോയിലേക്കൊന്നും പതുക്കെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഇല്ലല്ലോ. ഈ നോ എന്നുള്ള വാക്ക് നല്ലപോലെ മനസ്സിലൊന്ന് കയറ്റി വെച്ചേക്കണം. തൽക്കാലം ഈ ബോർഡ് ഞാൻ ഇവിടെ വെക്കുന്നു. ഇപ്പൊ നമ്മൾ എഴുതി വെച്ച പ്രഡിക്ഷൻ അവിടെ ഇരിപ്പുണ്ട്. ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് ഒരു 2 കറൻസി എടുക്കാൻ പോവാറ്. അതിനു മുമ്പ് എലീനെ കുറച്ച് ബാക്ക്. എന്റെ കയ്യിലേക്ക് വിരലിന്റെ അറ്റത്തേക്ക് മാത്രം ഒന്ന് ശ്രദ്ധിക്കുക. ഒരു മിനിറ്റ്, കോൺസെൻട്രേഷൻ പണ്ട് ഇല്ലാത്ത. ഓങ്കണ്ണയോ? പതുക്കെ അടച്ചു, അങ്ങനെ അടച്ചു നിൽക്കുക. വേറെ ഒന്നും ഇപ്പൊ ശ്രദ്ധിക്കണ്ട. ഞാനൊരു പ്രഡിക്ഷന്റെ കാര്യം മാത്രം പറഞ്ഞിട്ടുണ്ട്. നോ എന്നാണ് അതിന് പറയുന്നത്, അല്ലേ? ആ നോ എന്നുള്ളത് മാത്രം, അതെങ്ങനെയാണ് അവിടെ കണ്ടത്, ആ ബോർഡിൽ എങ്ങനെയാണ് നോ എന്നത് കണ്ടതെന്ന് മാത്രം മനസ്സിലാലോചിക്കുക. ഞാൻ എൻ്റെ പോക്കറ്റിൽ നിന്ന് 2 നോട്ടുകൾ എടുത്ത്, 2 കറൻസികൾ എടുത്ത് ഇവിടെ ഇരിക്കുന്ന ഓഡിയൻസിനെ ഒന്ന് കാണിച്ചു കൊടുക്കുകയാണ്. നമ്മുടെ ഗസ്റ്റുകളെ ഒന്ന് കാണിക്കാം. അപ്പം ഈ നോട്ടുകൾ ഏതൊക്കെയാണെന്ന് ശ്രദ്ധിച്ചോണം. ഇതിൻ്റെ 2 സൈഡ് ഒന്ന് കാണിച്ചു തരുന്നു. ഇത് എത്രയാണെന്നുള്ള അലീനയ്ക്ക് അറിയാവോ? ഇപ്പോൾ ഇല്ലല്ലോ. ഇല്ല. ഓക്കെ, ഈ നോട്ടുകൾ ഞാൻ അലീനെ ഒന്ന് കാണിച്ചു തരാം. കാണിച്ചു തരുന്ന സമയത്ത് കണ്ണുകൾ ഇപ്പൊ അടച്ചു പിടിക്കുക. ഈ നോട്ടുകൾ ഞാൻ കാണിക്കുമ്പോൾ കണ്ണ് തുറക്കാൻ പറയും. കണ്ണ് തുറക്കുക. 2 നോട്ടുകളുണ്ട്. 2 നോട്ടുകളിലേക്ക് ഒന്ന് നോക്കുക. കണ്ണടയ്ക്കുക. ഏതൊക്കെ നോട്ടാണ് എന്നുള്ളത് ഓർത്ത് വെക്കുക. 2 നോട്ടേ ഉള്ളൂ. ഓക്കെ, കണ്ണ് തുറന്നു. 1, 2. ഏതൊക്കെ നോട്ടാണെന്ന് നോക്കുക. മനസ്സിലായെങ്കിൽ കണ്ണടയ്ക്കുക. കണ്ണടച്ചു. നോട്ടുകൾ ഞാനെടുത്ത് പോക്കറ്റിലിടുന്നു. ഓക്കെ ലീന, കണ്ണ തുറന്നു. വെറുതെ 2 നോട്ട് കണ്ടല്ലേ? അപ്പൊ നമുക്ക് പ്രിഡിക്ഷൻ ഒന്ന് എടുക്കാം. എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? നോ എന്ന് മാത്രമാണ് എഴുതിയിരിക്കുന്നത്, അല്ലേ? നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ ഇത് കണ്ടിട്ട്? ഇല്ല. നിങ്ങൾ എത്ര രൂപയെ കണ്ടത് ആകെ ടോട്ടൽ? 2 നോട്ട് കാണിച്ചു. എത്രയാണ് കണ്ടത്? 200. അലീന എത്രയാണ് കണ്ടത്? 200.
എത്ര കണ്ടത്? ഞാനൊരു 100 കണ്ടു, ആ. പിന്നെ ഒരു 10-ന്റെ ആകെ എത്ര ടോട്ടല്? 110 110. 110. അയ്യോ അല്ലേ, പ്രഡിക്ഷന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. 110 ആ ഞാൻ കണ്ടത് 110 ആ. അത് അറിയാൻ പറ്റാണോ നോട്ട് കണ്ടിട്ട്? അല്ലെന്നേ, ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. വാക്കുകളിലൂടെയോ ചിത്രങ്ങളിലൂടെയോ നമുക്ക് കിട്ടുന്ന ഇൻഫ്ലുവൻസിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഞാൻ ഈ നോ മനസ്സിൽ വിചാരിക്കാൻ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു അല്ലേ? ആ. നോയ്ക്ക് പകരം അതിലെ ഇതിന്റെ ഈ ഒരു നമ്പറിലേക്കാണ് line അല്ലേ? ശ്രദ്ധിച്ചത്. അതാണ് അവിടെ സംഭവിച്ചത്. വാവ്, ഓക്കെ, സൂപ്പർ, അടിപൊളിയായിരുന്നു. ഇതേ സംഭവം നമുക്ക് ഇവരെ വെച്ച് ചെയ്ത് നോക്കിയാൽ. ഓക്കെ, ചെയ്ത് നോക്കാം. എൻ്റെ കയ്യിൽ ഇവിടെ കുറച്ച് കാർഡുകൾ, ഒരു 5 കാർഡ് ഇവിടെ ഉണ്ടല്ലേ. ഇതിലെ ഓരോ കാർഡിലും ഓരോ സിമ്പിളുകൾ നമ്മൾ വരച്ചു വെച്ചിട്ടുണ്ട്. ഇതേതായിരിക്കും? റൗണ്ട്, സർക്കിൾ. ഓക്കെ, അടുത്തത് രണ്ടാമത്തെ ഏതായിരിക്കും? ട്രയാങ്കിൾ, ട്രയാങ്കിൾ. മൂന്നാമത്തേത് സ്റ്റാർ, സ്റ്റാർ. നാലാമത്തേത് സ്ക്വയർ, സ്ക്വയർ. ലാസ്റ്റ് പ്ലസ്. ഇതിനെ ഞാൻ ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്യുന്നു, നല്ലപോലെ ഓക്കെ, മിക്സ് ചെയ്തു. ഇപ്പൊ ഇതിൽ ഏതൊക്കെ എവിടേക്ക് ഇരിക്കുന്നു എന്നുള്ളത് നമുക്ക് അറിയത്തില്ല. ഓക്കെ, നിങ്ങൾക്കറിയാവോ ഏതൊക്കെ എവിടേക്ക് ഇരിക്കുന്നു എന്നുള്ളത്? എനിക്ക് അറിയാൻ പറ്റും? അറിയില്ല. ഇല്ല. അറിയില്ല. ഞാൻ ഇവിടെ ഒരു ബോർഡ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ഇതുപോലെ തന്നെ ഒന്ന് പിടിക്കാവോ? ഓക്കെ, ഓക്കെ, ഈ ബോർഡ് നിങ്ങളെ കാണിക്കുന്നു. ഇവിടെയും അതുപോലെ തന്നെ ഓരോ സിമ്പിളുകൾ നമ്മൾ വരച്ചു വെച്ചിട്ടുണ്ട്. ബോർഡിൻ്റെ ബാക്ക് സൈഡ് കാണിക്കുന്നു, 2 സൈഡ് ശ്രദ്ധിക്കാം. ആ കാർഡുകളൊന്നും തരാം. ഈ കാർഡുകൾ ഞാൻ ഇവിടെ ഇങ്ങനെ ഒന്ന് ഫാൻ ചെയ്ത് വെക്കുന്നു. 5 കാർഡുകളും ഇവിടെയുണ്ട്, 5 സിമ്പിളുകൾ ഇവിടെയുണ്ട്. ഒരു കാർഡ് നമ്മൾ എടുക്കുന്നു. എടുത്തു. ഇത് ഏത് സിമ്പിളിന്റെ മുകളിൽ വെക്കണം എന്ന് നാദർഷിക്ക് പറയാം. പ്ലസ്. പ്ലസിന് മുകളിൽ മാറ്റണോ? ഉറപ്പിച്ചു വെച്ചു. ഓക്കെ, അടുത്ത ഒരെണ്ണം എടുക്കുന്നു. ഇത് എവിടെ വെക്കണമെന്ന് പക്രചേട്ടന് പറയാം. സ്റ്റാർ. സ്റ്റാർ. സ്റ്റാറിന് മുകളിൽ വെച്ചു. അടുത്തൊരു സിമ്പിൾ എടുക്കുന്നു. എവിടെ വെക്കണമെന്ന് ബാലച്ചേട്ടന് പറയാം. 0. 0. ഓക്കെ, അടുത്തത് ലീനയോട് ചോദിക്കാം. ഇത് എവിടെ വെക്കണം? ഇത് ഇവിടെ ട്രയാങ്കിളിൽ. ട്രയാങ്കിളിൽ. ഓക്കെ, ട്രയാങ്കിൾ വെച്ചു. പിന്നെ മിച്ചമുള്ള ഒരെണ്ണം ഉണ്ട്. അതെവിടെ വെക്കണമെന്ന് ആരോട് ചോദിച്ചാലും വെക്കാൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് അതവിടെ വെക്കാം. ശരി. അപ്പൊ ഇതിനകത്ത് ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല, അത് വെച്ചത് മാത്രമേ ഉള്ളൂ. ഇതിന്റെ ഓർഡർ എല്ലാം പറഞ്ഞത് നിങ്ങൾ 4 പേരും കൂടി ചേർന്ന അതെ അല്ലേ? അതെ. ഇതെങ്ങനെ വന്നിട്ടുണ്ടെന്നുള്ളത് നമുക്കറിയത്തില്ല. നമുക്കത് നോക്കാം എങ്ങനെ വന്നിട്ടുണ്ട് എന്ന്. ഇവിടെ സ്റ്റാറിന്റെ നേരെ സ്റ്റാർ വന്നിട്ടുണ്ട്, സ്ക്വയർ, സർക്കിൾ, പ്ലസ്. അയ്യോ അടിപൊളി. അത് ഷഫിൾ ചെയ്തിട്ടാണ് നമ്മളെടുത്ത് ചൂസ് ചെയ്യാൻ പറഞ്ഞത്. അത് ഗംഭീരായിരുന്നു, പൊളിച്ചു. അപ്പം ബാലചേട്ടനിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങിയേക്കാം അല്ലേ? യെസ്, പറഞ്ഞോ ബാലചേട്ടാ. എങ്ങനെയുണ്ടായിരുന്നു ഓവറോൾ ഒരു പെർഫോമൻസ് കണ്ടിട്ട്? നന്നായി ചെയ്തു, താങ്ക് യു. അടിപൊളിയാണ്. ഇപ്പോൾ ചെയ്യുന്നത് പ്രോപ്പർട്ടി മാജിക് എനിക്കറിയാം. കുറേ പ്രോപ്പർട്ടി മാജിക് വെച്ച് ചെയ്യുന്നവർ ഇപ്പോൾ കുറഞ്ഞു വരും. അപ്പോൾ കാരണം മെന്റലിസം അത് ഇതെല്ലാം ഇങ്ങനെ പോവാണ്. പ്രോപ്പർട്ടി മാജിക്കിൽ ഇനി കുറേ കാര്യങ്ങളുണ്ട്. അത് നോക്കി നമുക്ക് കിട്ടുവാണെങ്കിൽ ഓഡിയൻസ്ക്ക് അത് വലിയ ഒരു ഇതായിരിക്കും. ഇപ്പം മെന്റലിസം പറഞ്ഞിട്ട് പോയിട്ട് ഒരു കുഞ്ഞെടുത്ത് പോയിട്ട് നമ്മൾ ചെയ്താലല്ലേ അവർക്ക് അത്ര അല്ല മെന്റൽ എന്ന് പറയും നമ്മളെ. നന്നായി ചെയ്തു. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു. പക്രചേട്ടാ. പ്രതിഭ ഗംഭീരായിരുന്നു കേട്ടോ. താങ്ക് യു സാർ. നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട്. ഒരു കോട്ടയംകാരൻ, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടുകാരൻ, തിരുവഞ്ചൂരുകാരൻ, അടുത്തുള്ള ആള് നമ്മുടെ മുന്നിൽ വന്നതിൽ. എത്ര വർഷമായി ഈ ഒരു ഫീൽഡിലേക്ക്? ഞാനൊരു 3ാം ക്ലാസ് മുതൽ താല്പര്യമുള്ളതാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതുണ്ടല്ലോ പ്രദീപിൻ്റെ പ്രസൻറ്റേഷൻ്റെ രീതിയാണ്. അത്യാവശ്യം ഹ്യൂമറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കൗണ്ടറുകളൊക്കെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു മറു കൗണ്ടറൊക്കെ ഇട്ട് വളരെ ഭംഗിയായിട്ട് അത് കൊണ്ടുപോകുന്നുണ്ട്. ചെയ്തതൊക്കെ വളരെ രസമുണ്ടായിരുന്നു. ഈ പറഞ്ഞ പോലെ തന്നെ കാഴ്ചയ്ക്ക് കൗതുകമുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ഈ ഒരു ഷോയിൽ വന്ന് ചെയ്യേണ്ടത്. ആ ചെറിയ സമയം കൊണ്ട് കണ്ടിരിക്കുന്ന കൊച്ചു കുട്ടികൾക്ക് പോലും വളരെ രസവഹമായിട്ട് കാണാൻ പറ്റുന്ന തരത്തിലുള്ള സംഗതികളാണ് പ്രതിഭ അവതരിപ്പിച്ചത്. ഞങ്ങളിവിടെ കുട്ടിയുടെ മനസ്സുള്ളൊരു കുട്ടിയുണ്ട്, അറിയോ ആരാന്ന്? ഞാനല്ല, അതാ നിൽക്കുന്നത്. എല്ലാ ചെറിയതിനും അയ്യോ എനിക്കിത് ഭയങ്കര ഇഷ്ടം, അങ്ങനെയൊക്കെ അത്ര എക്സൈറ്റ്മെന്റ് ആണ് പുള്ളിക്കാരി. അല്ല, ചെറിയ കുട്ടിയുടെ മനസ്സിൽ വലിയ കുട്ടിയോ? ഇല്ല. അങ്ങനെയൊന്നുമല്ല. അവൻ പറഞ്ഞതിന്റെ ഏറ്റവും ഒറ്റ ബാക്കി പറഞ്ഞാൽ 500 കൊടുത്ത 5000 രൂപയുടെ എക്സ്പ്രഷൻ ഉള്ള ആൾക്കാരുണ്ട് ചില പടങ്ങളിലൊക്കെ അഭിനയിക്കാൻ വിളിച്ച. അതിൽ എന്റെ കൂട്ടത്തിലൊരാളെന്ന്. അതുപോലെ ഊതലിനിടയിലുള്ള തുപ്പലും അത്തരത്തിലുള്ള തമാശകളൊക്കെ കൊണ്ടുവരാൻ നോക്കിയിട്ടുണ്ട്, ഹ്യൂമറും ഒക്കെ. ചാനൽ ഷോയിൽ പ്രതിഭ ആദ്യമായിട്ടാണ് അല്ലേ? അപ്പൊ ഇതൊരു നല്ലൊരു തുടക്കമാകട്ടെ. ആശംസകൾ. സൂപ്പർ. ഓക്കെ, പ്രതിഭ നന്നായിരുന്നു. ആദ്യമായിട്ടാണെന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ചുകൂടി അഭിനന്ദനങ്ങൾ കൂടുതൽ അർഹിക്കുന്നു. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ടൈം വന്നിട്ട് ഇത്രയും
സഭാകമ്പം സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു ക്യാമറയുടെ ഇത്രയും ക്യാമറയുടെ മുമ്പിൽ ഈ ക്യാമറകളുടെ ഒരു കുഴപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് രഹസ്യം ചെയ്യാൻ പറ്റും. മറ്റ് പബ്ലിക്കിൻ്റെ മുമ്പിൽ ഇപ്പോൾ സാധാരണഗതിയിൽ മാജിക് ചെയ്യാൻ നേരത്ത് നമുക്ക് എന്തുവേണമെങ്കിലും കാണിക്കാം. അപ്പം ഇത്രയും കണ്ണുകളാണ്, അത് ഭയങ്കര ക്ലോസ് ആയിട്ട് നിങ്ങൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന കണ്ണുകളുടെ ഇടയിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടാന്ന് എന്ന് പറയുന്നത് ഭയങ്കര നല്ല മാജിക്കാണ്. അതില് ഒരു കാര്യം പറയാൻ ഞാൻ വിട്ടുപോയി. ഞങ്ങളെ കാണിച്ച് 200 രൂപ ഞങ്ങൾ വ്യക്തമായിട്ട് കണ്ടതാണ്. അതെ. പക്ഷെ എലീന കണ്ടത് 110. അത് നോട്ട് ഏതാ നമ്പർ ഏതാണെന്ന് അറിയാൻ മേലാത്തോണ്ടാണ് മുമ്പേ പറഞ്ഞ കുട്ടി എന്ന് പറയുന്നത്. ആണല്ലോ അല്ലേ? ആണല്ലോ അല്ലേ? പ്രദീപ്, നമ്മൾക്ക് ഈ മാജിക് ഒക്കെ കാണിക്കുന്നത് എലീനാവേ ഒരു മാജിക്കാണ്. തന്താനേ നാനേ താനേ നന്നാനേ താനേ തന്നാനേ. ഇല്ല പോണ്ട. അല്ല, ഈ പണ്ടൊരു സ്കിറ്റിലതേ തന്താനേ താനേ എന്ന് പറഞ്ഞിട്ട് ഒരു ആൾ അതിൽ പാസ് ചെയ്യുന്ന സമയത്ത് എന്താണ് അപ്പൊ ഇത് നമ്മളെ പ്രോത്സാഹിപ്പിച്ചാണ്, അല്ല തന്തക്ക് വിളിച്ചാന്ന് പറയുന്നത്. പക്ഷെ എന്തായാലും അങ്ങനെയൊന്നും അല്ലല്ലോ ഉദ്ദേശിച്ചത്. ഒരിക്കലും ഞാൻ ഫീലിങ്സ് എന്റെ മാഷ്, ഞാൻ അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റ് ആണ്. അല്ലല്ല, ഇടപെടേണ്ട ഉത്തരവാദിത്വം ഉണ്ട് എനിക്ക്, അതുകൊണ്ട് ചോദിച്ചു. ഇതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ഇമോഷണൽ പാട്ടാണ്. മറ്റേ ബണ്ണ് വീഴുന്നു, അതെടുക്കുന്നു, അമ്മയ്ക്ക് കൊടുക്കുന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞാണ്. അപ്പൊ എന്തായാലും ബ്രോ പൊളിച്ചു, അടിപൊളിയായിരുന്നു.